ലോകത്തെ തന്നെ മാറ്റിമറിച്ച ആപ്പിൾ സ്റ്റോറീസ് നമ്മൾ പലരും കേട്ടിട്ടില്ലേ? ലോക വ്യതിയാനങ്ങളിലേക്ക് മാറ്റിവെച്ച 3 ആപ്പിൾ സ്റ്റോറീസിനെ കുറിച്ചാണ്. അത് നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് അതിനെ എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് സ്ട്രാറ്റജിയാക്കി മാറ്റാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. ലോക ചരിത്രത്തിൽ തന്നെ പ്രസിദ്ധമായ ആപ്പിൾ സ്റ്റോറീസ്, അതിലെ 3 ആപ്പിൾ സ്റ്റോറീസിനെ കുറിച്ചാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ആപ്പിൾ സ്റ്റോറീസ് ഡെഫിനറ്റ്ലി ആദംസ് ആപ്പിൾ. ആദം പ്രവാചകന്റെയും ഹവ്വ ബീവിയുടെയും ജീവിതത്തെ മാറ്റിമറിച്ച ആ ആപ്പിൾ സ്റ്റോറി. ഇത് എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിലേക്ക് കണക്ട് ചെയ്യുന്നു? ആ സ്റ്റോറി പറയുന്നത് നിഷിദ്ധമാക്കപ്പെട്ടത് എന്താണോ, ചെയ്യാൻ പാടില്ലാത്തത് എന്താണോ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലക്ക്, ബിസിനസ്സിലേക്ക് എത്തിപ്പെടുന്ന ഒരാളെന്നുള്ള നിലക്ക് ഗവൺമെന്റ് പോളിസികളും ഗവൺമെന്റ് സ്ട്രാറ്റജികളും കൃത്യമായി പാലിക്കുക, ചെയ്യാൻ പാടില്ലാത്ത എത്തിക്സിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത്തരത്തിലൂടെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആഡംസ് ആപ്പിൾ നമുക്ക് തരുന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് നമ്മുടെ ബിസിനസ്സിൽ പാലിക്കേണ്ട ചില എത്തിക്സ്, ചില മൂല്യങ്ങൾ അത് മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. പാടില്ല, ചെയ്യാൻ പാടില്ലാത്തത്, ഇല്ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിലും നമ്മുടെ ബിസിനസ്സിനെ കണക്ട് ചെയ്യാതിരിക്കുക. രണ്ടാമത് വരുന്നത് സർ ഐസക് ന്യൂട്ടന്റെ ആപ്പിളാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ഐസക് ന്യൂട്ടന്റെ ആപ്പിൾ. ഇതെങ്ങനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. അതിന് വേണ്ടത് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ചില ഇന്നോവേറ്റീവ് തോട്ട്സ്, ചിന്തകളെയാണ് ഐസക് ന്യൂട്ടന്റെ ആപ്പിൾ നമുക്ക് കാണിച്ചു തരുന്നത്. പുതിയ പുതിയ ചിന്തകൾ, പുതിയ പുതിയ ആശയങ്ങൾ, ഇന്നോവേറ്റീവ് തോട്ട്സ് കൊണ്ടുവന്ന് നമ്മുടെ കമ്പനിയിലെ മറ്റു കമ്പനികളിൽ നിന്നും യുണീക്കാക്കി മാറ്റാൻ ശ്രമിക്കുക. അത്തരത്തിലൂടെ കാഴ്ചപ്പാട് കൊണ്ടുവരുന്നതോട് നമ്മുടെ കമ്പനിയെ നമുക്ക് മറ്റൊരു ലെവലിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഐസക് ന്യൂട്ടന്റെ തോട്ടും ഐസക് ന്യൂട്ടന്റെ ആപ്പിളും നമുക്ക് തരുന്ന സ്റ്റോറി നമ്മുടെ കമ്പനിയിലേക്ക് പുതിയ തോട്ട്സും ഇന്നോവേറ്റീവ് ഐഡിയാസും കൊണ്ടുവന്ന് നമ്മുടെ കമ്പനിയെ മറ്റു തരത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പുതിയ തലമുറ ഏറ്റവും കൂടുതൽ പറയുന്ന ആ ആപ്പിൾ തന്നെ സ്റ്റീവ് ജോബ്സിന്റെ ആപ്പിൾ. സ്റ്റീവ് ജോബ്സിന്റെ ആപ്പിളിന്റെ സ്ട്രാറ്റജി എന്താണ് നമ്മുടെ ബിസിനസ്സിലേക്ക് തരുന്നത്? തീർച്ചയായും തരുന്നുണ്ട്. ടെക്നോളജി, പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാതെ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പുത്തൻ ടെക്നോളജി നമ്മുടെ കമ്പനിയിലേക്ക് അഡോപ്റ്റ് ചെയ്തെങ്കിൽ ഇനിയുള്ള കാലത്ത് നമുക്ക് നിലനിൽപ്പുണ്ടാവുള്ളൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വരും കാലങ്ങളിൽ 2 തരം കമ്പനികൾ മാത്രമേ ഇനി ലോകത്തുണ്ടാവുള്ളൂ. ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന കമ്പനികളും ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാത്ത കമ്പനികളും. അഡോപ്റ്റ് ചെയ്യാത്ത കമ്പനികൾ അവരുടെ അവസാന കാലഘട്ടത്തിലായിരിക്കും ഉണ്ടാവുക. അവർ റിജക്റ്റഡ് ആയിരിക്കും. മെല്ലെ 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 മാർക്കറ്റിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് സ്റ്റീവ് ജോബ്സ് പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി നിങ്ങളുടെ കമ്പനിയിലേക്ക് പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി കൊണ്ടൊന്ന് സിസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ കമ്പനിയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളിലൂടെ ഈ 3 ആപ്പിൾ നമുക്ക് തരുന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടെ കമ്പനിയെ നിങ്ങളുടെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി മികച്ച ഒരു കമ്പനിയാക്കി മാറ്റി മാർക്കറ്റിൽ തന്നെ അറിയപ്പെടുന്ന ഒരു കമ്പനിയാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. അതിനായി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിന് നിങ്ങൾ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാം. ടിൽ ദെൻ, താങ്ക് യു സോ മച്ച്.